പ്രധാനമന്ത്രിയായി സുശീല കർക്കിയെ നിയമിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് നേപ്പാൾ ബാർ അസോസിയേഷൻ. പാർലമെന്റ് പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ലംഘനമെന്നും ബാർ അസോസിയേഷൻ വിമർശിച്ചു. സുശീല കർക്കിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ സുശീല കർക്കിയുടെ നിയമനം അത് ഭരണഘടനാ ലംഘനമാണ്, പാർലമെന്റ് പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ലംഘനമെന്ന് ബാർ അസോസിയേഷന്റെ വിമർശനമുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇന്നലെ വൈകിട്ടാണ് സുശീല കർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. ഈ വിഷയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് ആശംസകൾ അറിയിച്ച് എക്സിലൂടെ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത്. നേപ്പാളിലെ ജനങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കുമായി ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും സുശീല കർക്കിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. നേപ്പാളിലെ സംഘർഷത്തിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഈ സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് നേപ്പാൾ ബാർ അസോസിയേഷൻ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ ലംഘനമാണ് സുശീല കർക്കിയുടെ സത്യപ്രതിജ്ഞ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേപ്പാൾ ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി പിന്നീട് റിട്ടയർമെന്റിന് ശേഷം മറ്റ് ഭരണഘടനാ പദവികൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുണ്ട്. ഇതിൽ ഇളവുകളാകാമെന്ന് പ്രസിഡന്റ് തീരുമാനിച്ചതിനെ തുടർന്നായിരുന്നു സുശീല കർക്കിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. അതേസമയം ഈ പാർലമെന്റിലെ പിരിച്ചുവിടാനുള്ള നടപടിയെയും ബാർ അസോസിയേഷൻ വിമർശിച്ചിട്ടുണ്ട്. ഇത് ഭരണഘടനാ ലംഘനമാണെന്നും നിയമ പോരാട്ടം നടത്തും എന്നുമാണ് ബാർ അസോസിയേഷൻ വ്യക്തമായിരിക്കുന്നത്. അതേസമയം 2026 മാർച്ച് 5 അടുത്ത ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ സുശീല കർക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.